AWS കോഡ് ബിൽഡിൻ്റെ ബിൽഡ് സ്പെക്ക് എന്ന് പറഞ്ഞൊരു ഫയലിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെഷനിൽ നമ്മളൊരു ബിൽഡ് പ്രോജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു. അപ്പം ബേസിക് ആയിട്ടൊരു എക്സാമ്പിൾ കണ്ടു. അപ്പോൾ എങ്ങനെയാണ് ഒരു ബിൽഡ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും അതെങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഒരു ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് നമുക്ക് ലാസ്റ്റ് സെഷനിൽ നമ്മൾ നോക്കി മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഇന്ന് കൂടുതലായിട്ട് നോക്കുന്നത് ബിൽഡ് സ്പെക്ക് എന്ന് പറഞ്ഞൊരു ഫയൽ നമ്മൾ കണ്ടു കഴിഞ്ഞ സെഷനിൽ തന്നെ. അപ്പോൾ ആ ഒരു ബിൽഡ് സ്പെക്ക് ഫയലിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പ്, ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ്സ് നമ്മൾ അതിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പോലെയാണ് ഈ ഒരു ബിൽഡ് ആക്ച്വലി നടക്കുന്നത് നമ്മുടെ കോഡ് ബിൽഡിൽ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇന്ന് നമുക്ക് ബിൽഡ് സ്പെക്ക് ഫയലിനെ പരിചയപ്പെടാം. ഇപ്പം നമ്മളിത് ലാസ്റ്റ് സെഷൻ ചെയ്ത ഒരു ബിൽഡ് പ്രൊജക്റ്റാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ബിൽഡ് റൺ എന്ന് പറഞ്ഞ ഒരു റൺ ചെയ്ത് കഴിഞ്ഞത്, അപ്പോൾ ആ ഒരു ബിൽഡ് റണ്ണ് നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലോഗ്സ് കാണാൻ പറ്റും. കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ സെഷൻ തന്നെ നോക്കിയതാണ്. നമ്മൾ ആ ബിൽഡ് സ്പെക്ക് ഫയലിൽ പറഞ്ഞു കൊടുക്കുന്ന ഡിഫറെൻറ്റ് ഫേസസ് ഇവിടെ ഓരോന്നായിട്ട് നമുക്ക് സക്സീഡ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് എല്ലാം നമുക്ക് ലോഗ്സിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതേ ലോഗ് തന്നെ നമുക്ക് ക്ലൗഡ് വാച്ചിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെയും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഫേസ് ഡീറ്റെയിൽസ്, ഓരോ ഫേസസ് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഫേസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ടാബുണ്ട്. നമുക്ക് അവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബിൽഡ് സ്പെക്ക് ഫയലിൽ നമുക്ക് ആ ഒരു ബിൽഡ് സ്പെക്ക് ഫയൽ ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് വെക്കാം. നമ്മുടെ കോഡ് കമ്മിറ്റ് റെപ്പോസിറ്ററിയിൽ നമ്മുടെ സോഴ്സ് ഫയൽസ് കിടക്കുന്ന കൂട്ടത്തിൽ തന്നെ റൂട്ടിൽ തന്നെ ബിൽഡ് സ്പെക്ക് ഫയലും ഉണ്ട്. അപ്പോൾ ആ ബിൽഡ് സ്പെക്ക് ഫയൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇത്രയും ഫേസസ് കണ്ടില്ലേ, ഇപ്പം പ്രീ ബിൽഡ് ഫേസ് ഉണ്ട്, ബിൽഡ് ഫേസ് ഉണ്ട്, പോസ്റ്റ് ബിൽഡ് ഉണ്ട്, അങ്ങനെ പല ഫേസസ് ഉണ്ട്. അപ്പോൾ ആ ഫേസസ് ആണ് ഇവിടെ നമുക്ക് ആ ഒരു ഫേസ് ഡീറ്റെയിൽസിലും കാണിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ആദ്യം നമുക്കത് സബ്മിറ്റ് ചെയ്തു, നമ്മൾ ആ ഒരു ബിൽഡ് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു, എന്നിട്ട് ക്യൂ ചെയ്തു നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഓരോന്നിനും എത്ര ഡ്യൂറേഷൻ വെച്ച് എടുക്കുമെന്ന് ഇവിടെ കാണിക്കും. എന്നിട്ട് പ്രൊവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഡൗൺലോഡ് സോഴ്സ് കോഡ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഈ കോഡ് കമ്മിറ്റ് റെപ്പോസിറ്ററിയിൽ കിടക്കുന്ന നമ്മുടെ പ്രോജക്റ്റ് സോഴ്സ് കോഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനുള്ള സമയം 6 സെക്കൻഡ്സിൽ ഇതിലോട്ട് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഇൻസ്റ്റോൾ ഫേസ് എന്ന് പറഞ്ഞൊരു ഫേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റോൾ ഫേസിൽ ആക്ച്വലി ഇൻസ്റ്റോൾ ഫേസിൽ ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും റൺ ടൈം എൻവയോൺമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇൻസ്റ്റോൾ ചെയ്ത് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡോക്കർ കണ്ടെയ്നറിൽ, അതായത് ഇപ്പോൾ ലോഞ്ച് ആയി വരുന്ന ഡോക്കർ കണ്ടെയ്നറിൽ നമുക്ക് എന്തെങ്കിലും റൺ ടൈം എൻവയോൺമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അതാണ് ഈ ഒരു ഇൻസ്റ്റോൾ ഫേസിലാണ് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഞാൻ പൈതൺ 3.7 ഇൻസ്റ്റോൾ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പൈതൺ ഇൻസ്റ്റോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ജാവ ഇൻസ്റ്റോൾ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഇൻസ്റ്റോൾ ഫേസിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതാണ് ആ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റോൾ ഫേസ് സക്സീഡ് ചെയ്ത് കഴിഞ്ഞു. ആ ഇൻസ്റ്റോൾ ഫേസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പ്രീ ബിൽഡ് ഫേസിലോട്ട് പോവുകയാണ്. അപ്പോൾ പ്രീ ബിൽഡ് ഫേസിൽ ആക്ച്വലി നമുക്ക് അവിടെ സെറ്റപ്പ് ചെയ്യുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും കോൺഫിഗറേഷൻ ഫയൽസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ പ്രീ ബിൽഡ് ഫേസിൽ സെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാം. ഇതിപ്പോൾ എക്സാമ്പിൾ ആയതുകൊണ്ട് എല്ലായിടത്തും വെറുതെ എക്കോ ചെയ്ത് കാണിച്ചിരിക്കുകയാണ് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പ്രീ ബിൽഡ് ഫേസിൽ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും കോൺഫിഗറേഷൻ ഫയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാം. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ്സ്, ചെറിയ സോഫ്റ്റ്വെയർസൊക്കെ, അതായത് എന്തെങ്കിലും ടൂൾസൊക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ AWSൻ്റെ CLI നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ പ്രീ ബിൽഡ് ഫേസിൽ പറഞ്ഞു കൊടുക്കാം. അതുപോലെ ഡോക്കർ ഇമേജിലോട്ട് ലോഗിൻ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രീ ബിൽഡ് ഫേസിൽ പറഞ്ഞു കൊടുക്കാം. അതിനുള്ള കമാൻഡ്സ് എല്ലാം ഇവിടെ കൊടുത്തു വയ്ക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് പിന്നീട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഫേസസിൽ എന്തൊക്കെയാണ് കമാൻഡ്സ് വരുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രീ ബിൽഡ് ഫേസിൽ നമുക്ക് ആക്ച്വലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അതും ഇവിടെ സക്സീഡായി കഴിഞ്ഞു, അതും കുഴപ്പമില്ലാതെ ഫെയിലേഴ്സ് ഒന്നുമില്ല, സക്സീഡായി ബിൽഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്ത വന്നിട്ട് ബിൽഡ് ഫേസ് ആണ്. അപ്പോൾ ബിൽഡ് ഫേസിൽ ആണ് ആക്ച്വലി നമ്മുടെ സോഴ്സ് കോഡ് ബിൽഡ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഫേസാണ് ബിൽഡ് ഫേസ്. അപ്പോൾ ഇവിടെ ഈ സോഴ്സ് കോഡ് ബിൽഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ ടെസ്റ്റിംഗ് ഒന്നും ഓട്ടോമാറ്റിക്കായി ഇവിടെ നടക്കുന്ന സംഭവമല്ല. മീൻസ് ഇപ്പോൾ കോഡ് ബിൽഡിന് അറിയില്ല നമ്മൾ എന്താണ് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നൊന്നും കോഡ് ബിൽഡിന് അറിയില്ല. അത് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കമാൻഡ്സ് ആയിട്ട് എഴുതി കൊടുത്ത് നമ്മൾ തന്നെയാണ് അത് ചെയ്യിപ്പിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. ബിൽഡ് ഫേസ് ഇതാണ്. ബിൽഡ് ഫേസിൽ കമാൻഡ്സ് എന്നുള്ള സെക്ഷനകത്ത് നമ്മളിപ്പോൾ 2 ലൈൻ ആദ്യത്തെ എക്കോ ചെയ്യാൻ, ഈ പറഞ്ഞ ടെക്സ്റ്റ് എക്കോ ചെയ്യാനായിട്ട് ലിനക്സ് കമാൻഡ് കൊടുത്തിരിക്കുകയാണ്. ലിനക്സ് ആണ് കൊടുത്തിരിക്കുന്ന കമാൻഡ്സ് എല്ലാം. കാരണം നമ്മൾ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് ആണ് ചൂസ് ചെയ്തത്, ആമസോൺ ലിനക്സ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 എക്കോ കമാൻഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് വന്നിട്ടുള്ളത് ഒരു ഗ്രep കമാൻഡാണ്. അതായത് ഈ ഒരു Trivandrum എന്ന് പറയുന്ന ഒരു വേർഡ്, 2 വേർഡ്സ് ഈ പറഞ്ഞ index.html ഫയലിൽ ഉണ്ടോ ഇല്ലയും ചെക്ക് ചെയ്യാനാണ്. ഉണ്ടെങ്കിൽ തിരിച്ചത് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യാനാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ഗ്രep കമാൻഡ് ഇവിടെ യൂസ് ചെയ്തിരിക്കുകയാണ്, ലിനക്സിലെ ഗ്രep കമാൻഡ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം, അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒരുപാടായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം ബേസിക്കായിട്ട് നമ്മളൊരു ഗ്രep കമാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ Trivandrum എന്നുള്ള ആ ഒരു 2 വേർഡ്സ് നമ്മുടെ index.html ഫയലിലുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഇവിടുത്തെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ ബിൽഡ് ഫേസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളത്.
അപ്പോൾ ഇങ്ങനൊരു ഈ രണ്ട് വാക്കുകൾ അതിലില്ലെന്നുണ്ടെങ്കിൽ അത് എററാവും, ഫെയിലറാവും, അവിടെ വെച്ചിട്ട് അത് ഫെയിലറാവും. നമുക്കത് നോക്കാം, ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ബിൽഡ് ഫേസിൽ നമുക്ക് അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആക്ച്വൽ സിനാരിയോ ഏതാണോ അതനുസരിച്ച് ചെക്ക് ചെയ്യേണ്ട കമാൻഡ്സ് നമ്മളിവിടെ എഴുതി കൊടുക്കണം. അത് സിനാരിയോ ബേസ്ഡ് ആണ്, അത് ഓരോ പ്രോജക്റ്റിനും ഓരോ സിനാരിയോ ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ബിൽഡ് ഫേസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് ബിൽഡിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് സക്സീഡ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട്. അടുത്തത് പോസ്റ്റ് ബിൽഡാണ്. പോസ്റ്റ് ബിൽഡിൽ ആക്ച്വലി ഇപ്പോൾ നമ്മൾ ബിൽഡ് ഫേസിൽ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആർട്ടിഫാക്ട്സ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആർട്ടിഫാക്ട്സിന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ AWS ബക്കറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യണമെങ്കിലോ അങ്ങനെ അങ്ങോട്ടൊക്കെ പുഷ് ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പോസ്റ്റ് ബിൽഡ് ഫേസിലാണ്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ എക്കോ മാത്രമേ ചെയ്തിട്ടുള്ളൂ അറിയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആർട്ടിഫാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ S3 ബക്കറ്റ്സിലോട്ടോ വേറെ എവിടെയെങ്കിലൊക്കെ പുഷ് ചെയ്യുകയോ സ്റ്റോർ ചെയ്യുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ നമ്മൾ സാധാരണ പോസ്റ്റ് ബിൽഡ് ഫേസിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ പറഞ്ഞ എല്ലാ ബിൽഡ്സിലും നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ ഞാൻ വെറുതെ ഇപ്പം എക്കോ കമാൻഡ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ബിൽഡിൽ മാത്രം ചെറിയൊരു ഗ്രെപ്പ് കമാൻഡ് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ വളരെ ചെറിയൊരു ബിൽഡ് സ്പെക് ഫയലാണ് ഇപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോസ്റ്റ് ബിൽഡും സക്സസ്ഫുള്ളി ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ അപ്ലോഡ്സ് ആർട്ടിഫാക്ട്സും ഫൈനലൈസിങ് കംപ്ലീറ്റഡ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ബൈ ഡിഫോൾട്ടാണ്. അപ്പോൾ അതെല്ലാം ആ സ്റ്റേജസ് എല്ലാം സക്സീഡഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റേജസ് എല്ലാം തന്നെ നമുക്ക് ഒരു ബിൽഡ് പ്രോജക്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫേസ് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ഫേസസ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു ഫേസിൽ വെച്ചിട്ട് എന്തെങ്കിലും എറർ കാരണം ആ ഒരു ബിൽഡ് സ്റ്റെപ്പ് ഫെയിലർ ആയി കഴിഞ്ഞാൽ അവിടെ എഗൻസ്റ്റ് ഇവിടെ നമുക്ക് സക്സീഡിന് പകരം നമുക്ക് ഫെയിലായെന്നും പറഞ്ഞിട്ടായിരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും കറക്റ്റ് ഏതൊരു സ്റ്റെപ്പിൽ വെച്ചിട്ടാണ് ആ ഫെയിലിയർ സംഭവിച്ചതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ ബിൽഡ് സ്പെക്ക് ഫയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് അതിന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് AWSൻ്റെ തന്നെ നിങ്ങൾക്ക് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ എടുത്തിട്ട് AWS കോഡ് ബിൽഡ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പം അതിൻ്റെ തന്നെ റെഫറൻസ് ഡോക്യുമെൻറ്റേഷൻ പേജ് ഉണ്ട്. കോഡ് ബിൽഡിൻ്റെ AWSൻ്റെ ഡോക്യുമെൻറ്റേഷൻ എക്സാമ്പിൾ പേജ് ഉണ്ട്, റെഫറൻസ് പേജ് ഉണ്ട്, സ്പെസിഫിക്കേഷൻ റെഫറൻസ് പേജ് ഉണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെർച്ച് ചെയ്ത് എടുക്കാനും പറ്റുള്ളൂ. അപ്പം ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫോർമാറ്റ്സും കാര്യങ്ങളും എന്തൊക്കെ സ്റ്റേജസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഇവിടെ ഈ ഒരു വെർഷൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം. അപ്പോൾ ഈ വെർഷൻ ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറഞ്ഞാൽ 0.2 ആണ്. 0.1 മുമ്പത്തെ ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും സപ്പോർട്ടഡ് ആണ്. പക്ഷേ നമ്മളിപ്പോൾ എഴുതുന്ന ഈ ലൈൻ സിൻറ്റാക്സ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് 0.2 വെർഷനാണ്. അപ്പോൾ നമ്മളിപ്പം സജസ്റ്റ് ചെയ്യുന്നത് 0.2 വെർഷനിൽ തന്നെ കോഡ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വളരെ കാര്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോ സെക്ഷൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പ്രോജക്ട്സ് നമുക്ക് ഓരോ എക്സാമ്പിൾസ് ചെയ്യുമ്പോഴും നമുക്ക് ഇവിടെ നോക്കി റെഫർ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആദ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതായത് buildspec.yml എന്ന് പറഞ്ഞൊരു ഫയൽ ആ ഒരു പേര് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതൊരു സോഴ്സ് കോഡിൻ്റെ റൂട്ടിൽ തന്നെ അത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതല്ല മറ്റ് പേര് മാറ്റി നമുക്ക് വേറെ യൂസ് ചെയ്യണ കേസ് വരികയാണെങ്കിൽ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്. CLI വെച്ചിട്ട് നമുക്കത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഇത് ഒരുപാട് നോക്കി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു എക്സാമ്പിൾസ് ചെയ്യുന്നതനുസരിച്ച് അതിനാവശ്യം വരുവാണെങ്കിൽ നമുക്കിവിടെ നോക്കിയിട്ട് ഓരോന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. കണ്ടില്ലേ, ഇപ്പം ഇതാണ് അതിൻ്റെ ഒരു ഡമ്മി സിൻറ്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വെർഷൻ പറഞ്ഞു കൊടുക്കണം, പിന്നെ എൻവയോൺമെൻറ്റ് എന്തെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫേസസിൽ ഇൻസ്റ്റോൾ ഫേസ് വരും, പിന്നെ കമാൻഡ്സ് ചെയ്യേണ്ടത് വരും, പിന്നെ പ്രീ ബിൽഡ് ഫേസ് ഉണ്ട്, പിന്നീട് ബിൽഡുണ്ട്, പിന്നെ പോസ്റ്റ് ബിൽഡ് ഉണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റാണ് ആർട്ടിഫാക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ജനറലി അതിൻ്റെ ഒരു സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ ഓരോ പ്രോജക്റ്റിനും എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കിയിട്ട് ആ ഒരു സിനാരിയോ ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ള ഫേസസ് മാത്രമായിട്ട് എടുത്തിട്ടാണ് നമ്മൾ സാധാരണ ഒരു കോഡ് ബിൽഡ് ഫയൽ നമ്മൾ ജനറേറ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇവിടുന്ന് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു ഡമ്മി സിൻറ്റാക്സ് കോപ്പി ചെയ്ത് എടുത്തിട്ട് ഒരു കറക്റ്റ് നല്ലൊരു ടെക്സ്റ്റ് എഡിറ്ററിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് കറക്റ്റായിട്ട് ആവശ്യമുള്ള ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും ഈ ഒരു YAML ഫയലാണിത്, YAML എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനുള്ള അതിൻ്റെ സിൻറ്റാക്സ് എറർ പിന്നീട് കാണിക്കും, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല, അതിൻ്റെ സ്പേസിങ് കാര്യങ്ങളും ടാബെല്ലാം മാറിപ്പോയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേറെ പുതിയതായിട്ട് നമുക്ക് നെക്സ്റ്റ് ഇതിപ്പം നമുക്ക് ഒരു ബിൽഡ് പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ നേരത്തെ ചെയ്ത ഒരു ബിൽഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ കയറി നോക്കിയത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ചേഞ്ച് വരുത്താം. നമ്മുടെ സോഴ്സ് കോഡിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ തന്നെ ഒരു ചേഞ്ച് വരുത്താം. നമ്മുടെ ഡെവലപ്പർ മെഷീനിൽ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, ഡെവലപ്പർ മെഷീനിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ചെയ്ത ശേഷം നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് പുഷ് ചെയ്യണം നമുക്ക് ജിറ്റ് കമാൻഡ് ഉപയോഗിച്ചിട്ട്. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുന്നതിനുണ്ട് പെട്ടെന്ന് നമുക്ക് ഈ ഒരു
ഇൻഡെക്സ് ഫയൽ നമുക്ക് എടുക്കാം. ഇൻഡെക്സ് ഫയൽ എടുത്തിട്ട് നമുക്കിവിടെ ഈ ഒരു ഇൻഡെക്സ് ഫയൽ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ നേരത്തെ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ Trivandrum എന്നുള്ളൊരു വേർഡ് ഇവിടെ ഉണ്ടായിരുന്നോ എന്നാണ് ചെക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞത് ഈ ഒരു ഇൻഡെക്സ് ഫയലിൽ. അപ്പോൾ നമുക്ക് ആ Trivandrum എന്നുള്ള വേർഡിൻ്റെ നമുക്ക് Trivandrumത്തിൻ്റെ Trivandrum നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമുക്കിവിടെ എഡിറ്റ് കൊടുക്കണം. എഡിറ്റ് കൊടുത്തിട്ട് Trivandrum എന്നുള്ള വേർഡങ്ങ് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓതർ നെയിം നമുക്ക് കൊടുക്കാം. ഞാൻ പേര് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ഇമെയിൽ ID കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിവിടെ കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ റെപ്പോസിറ്ററി കയറി എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് നമ്മുടെ ലോക്കൽ ഡെവലപ്മെൻറ്റ് മെഷീനിന് റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെവലപ്പർ മെഷീനിൽ പോയിട്ട് ജിറ്റ് പുള്ളി ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് തിരിച്ചങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു വൺ ബ്രാഞ്ച് എഹെഡ് എന്നും പറഞ്ഞ് കാണിക്കും നമ്മുടെ ഡെവലപ്പർ മെഷീനിൽ നിന്ന് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണമെങ്കിൽ. കാരണം നമ്മളിപ്പോൾ ഡയറക്റ്റ് ഇവിടെ നിന്ന് ചേഞ്ച് വരുത്തിയിരിക്കുകയാണ്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ജിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ജിറ്റ് ആൻഡ് ജിറ്റ് ഹബ് എന്ന് പറഞ്ഞ കോഴ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ആ ഒരു കോഴ്സ് എൻറോൾ ചെയ്തിട്ട് കണ്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തും നമ്മുടെ സോഴ്സ് കോഡിൽ. ഇനി നമുക്ക് ഈ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബിൽഡ് ചെയ്യാം നമുക്കിവിടെ. അപ്പോൾ ഒരു ബിൽഡ് പ്രോജക്റ്റ് നമുക്ക് ഒരു പ്രാവശ്യം മാത്രമല്ല എത്ര തവണ വേണമെങ്കിലും ബിൽഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ബിൽഡ് ചെയ്തതാണ് നിങ്ങളിവിടെ കണ്ടത്. അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ബിൽഡ് കൊടുക്കാം. ഇനി ആ ബിൽഡ് പ്രോജക്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി എന്താവും നോക്കാം. നമ്മൾ ആ ഒരു വേർഡ് നമ്മൾ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു ബിൽഡ് സ്റ്റാറ്റസ് ഇപ്പോൾ ബിൽഡ് ഫെയിൽ ആയിരിക്കുകയാണ്. കാരണം നമുക്ക് ആ ഒരു ചെക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ആ Trivandrum എന്ന് പറഞ്ഞൊരു വേർഡ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തു. Trivandrum എന്നുള്ള വേർഡ് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ആ ചെക്ക് ഫെയിലായി. നമുക്കിപ്പോൾ ഒരു ബിൽഡ് ലോഗ് നമുക്കൊന്ന് നോക്കാം. ഫെയിലായത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ഇവിടെ റെഡ് ഇൻഡിക്കേഷനിലൂടെ കാണിക്കുക, റെഡായിട്ട് ഇത് കാണിക്കുക. നമുക്ക് നോക്കാം. കമാൻഡ് എക്സിക്യൂഷൻ ഫെയിൽഡ്, എറർ വയൽ എക്സിക്യൂട്ട് ചെയ്യുന്ന കമാൻഡ് ഗ്രപ്പ് കണ്ടില്ല. ഈ ഒരു വേർഡ് Trivandrum എന്ന് പറഞ്ഞ വേർഡ് എക്സിറ്റ് അത് കറക്റ്റായിട്ട് അത് എക്സിറ്റ് റിട്ടേൺ ചെയ്തില്ല. കമാൻഡ് ഡിഡ് നോട്ട് എക്സിറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. കാരണം ഈ ഒരു വേർഡ് നോക്കിയപ്പോൾ അതിന് കാണാൻ സാധിച്ചില്ല. നമ്മൾ ആ സോഴ്സ് കോഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതുകൊണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഈ ഒരു ബിൽഡ് ഫെയിലായത്. അപ്പോൾ നമുക്ക് ഫേസ് ഡീറ്റെയിൽസ് ഒന്നുകൂടെ നോക്കാം. കണ്ടില്ലേ, ബിൽഡ് ഫേസിൽ നിന്നാണത് ഫെയിലായത്. ആ ബിൽഡ് ഫേസിൽ നിന്നുകൊണ്ട്. അപ്പോൾ എറർ വയൽ എക്സിക്യൂട്ട് ചെയ്യുന്ന കമാൻഡ് ഗ്രപ്പ് -fq Trivandrum ഈ ഒരു index.html ഫയലിൽ ഇങ്ങനൊരു വേർഡ് കോഡ്സിനകത്തുള്ള ഈ രണ്ട് വേർഡ്സ് നോക്കിയപ്പോൾ അത് കണ്ടില്ല. Trivandrum നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ബിൽഡ് സ്പെക്കിൽ നമുക്ക് ബിൽഡ് സ്പെക്കിൽ പറഞ്ഞു കൊടുക്കാം നമുക്ക് എന്താണ് ചെക്ക് ചെയ്യിപ്പിക്കേണ്ടത്, നമ്മുടെ സോഴ്സ് കോഡിൽ എന്താണ് ചെക്ക് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കമാൻഡ് വൈസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ബിൽഡും ടെസ്റ്റ് എല്ലാം ചെയ്യാൻ പറ്റും നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഒരു ഐഡിയയാണ് നമുക്ക് എങ്ങനെയാണ് ബിൽഡ് സ്പെക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത്, നമുക്ക് ടെസ്റ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ബേസിക് ഐഡിയയാണ്. നമുക്ക് ഇനിയുള്ള സെഷൻസിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ളൊരു ഐഡിയ കിട്ടും. ബിൽഡ് സ്പെക്ക് ഫയലിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് എഴുതി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നും ഓരോ സിനാരിയോസിനനുസരിച്ച് നമുക്ക് എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഇനി വരുന്ന സെഷൻസിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിലോട്ട് പോകാം. ഇനി